അപ്പോൾ അനന്തപുരത്തിൽ ഇനിയുമുണ്ട് ധാരാളം കാഴ്ചകൾ. നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാൻ പോയ ചിലരുണ്ട്. അരുൺ സോളമനും ഷബാസും സുനിഷയും ഇവര് 3 പേരുണ്ടല്ലോ. ഇവർ വെറൈറ്റി കാഴ്ചകൾ കാണാൻ പോയവരായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ കണ്ട കാഴ്ച എന്താണ്, അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കത് നോക്കാം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എനിക്കേറെ ഇഷ്ടമായത് തദ്ദേശീയ കലാരൂപങ്ങളായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് 5 തദ്ദേശീയ കലാരൂപങ്ങൾ ഇത്തവണ സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടുത്തിയത്. ഇതിൽ പ്രധാനമായും വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലെ മംഗലംകളി, പളിയ നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം അടക്കമുള്ള ഗോത്ര കലകളായിരുന്നു ഉൾപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഗോത്ര കലകളെയും അവരുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നെൽവിതയും പുൽവിതയും തുമ്പകിളേ വാരാൻ കോട്ടമിതേ അത്തനയും പൊനിവുടനെ വാരാൻ. സ്റ്റോറി ഷൂട്ടിന്റെയും റിപ്പോർട്ടിങ്ങിന്റെയും ഒക്കെ ഭാഗമായി പല വേദികളിൽ പോയി പല മത്സരങ്ങൾ ആസ്വദിച്ചിരുന്നുണ്ട്. വട്ടപ്പാട്ട്, ഒപ്പന, അതോടൊപ്പം ചാക്യാർ കൂത്ത്, ദഫുമുട്ട്, അങ്ങനെ പല വേദികളിലും പല മത്സരങ്ങളും ആസ്വദിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ വട്ടപ്പാട്ട് കളിച്ച് പരിചയമുള്ളത് കൊണ്ട് വട്ടപ്പാട്ടിന്റെ വേദിയിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് ആസ്വദിച്ച് നന്നായി തന്നെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഒപ്പന വേദിയിൽ സ്റ്റോറി ഷൂട്ടിന്റെ ഭാഗമായി ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു. ഈ ഒപ്പനയിൽ മണവാട്ടിമാരുടെയും അതോടൊപ്പം തോഴിമാരുടെയും ആ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവും സദസ്സിലിരിക്കുന്നവരുടെ മുഖത്ത് കാണുന്ന സന്തോഷവും ആകാംക്ഷയും ഒക്കെ വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. പുളകത്തിന്റെ ഓളം കുള്ളലിക്കായി താളം ഒളിയത്തുള്ള മിളിവും കണ്ടേ ഹാരം ഹദിയത്തിന്റെ ഹാരം ഹിദായത്തിന്റെ നേരം പെരുമയുള്ള ആരുമനിടേ ഹുറുനികൾ നിരക കൊണ്ടേ നിക്കായും പുരുഷകൾ ചെമ്പുന്നുണ്ടേ അക്കായ പുകഴ്ത്തിൽ മഹിമ നല്ലേ അക്കവാണ്ടിനിൽ വന്ന് മണവിമുല്ലേ. എല്ലാ പരിപാടികളും അത് കളർ തന്നെയായിരുന്നു. പക്ഷേ ഗ്ലാമർ ഐറ്റം എന്ന് പറയുന്ന സംഘനൃത്തം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനമെന്ന് പറയുന്നത്. ഈ ഇത്തവണ കലോത്സവ വേദിയിലെത്തിയ ഓരോ സംഘനൃത്തത്തിനും അത്തരത്തിലുള്ള എല്ലാ പ്രത്യേകതകളും ഉണ്ട് എന്നുള്ളതാണ്. അതിജീവനത്തിൻ്റെ കഥ പറയുന്നു, വയനാടിൻ്റെ കഥ പറയുന്നുണ്ട്. ഒപ്പം തന്നെ MT മരിച്ചൊരു പശ്ചാത്തലത്തിൽ MT നിള എന്ന വേദിയിൽ MTക്കായി ഒരു ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കളർഫുള്ളായ ഒരു സംഘനൃത്തം തന്നെയായിരുന്നു നമ്മൾ ഇത്തവണ കലോത്സവ വേദിയിൽ കണ്ടത്. നിശ്ചയത്തോടെ ഇരുന്നു കരുത്തലായി മലകന്റെ മകൾ അവൾ, കാടിന്റെ മകൾ അവൾ, അമ്മ ചൊല്ലിയിടും കഥ കേട്ടുണർന്നവൾ, മണ്ണിന്റെ മകൾ അവൾ, മാനവ കുലം അവൾ, വീരിന്റെ വീര്യം പകയായി വളർത്തിയോൾ പഞ്ചമി നാഗപഞ്ചമി. സുരക്ഷയ്ക്കിഷ്ടം സംഘനൃത്തവും പിന്നെ കഥകളിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഷിപാലനും ആമിനയ്ക്കും രണ്ടുപേരും കൂടി പല വേദികളിലും പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അവർ രണ്ടുപേരും കണ്ടതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഏതൊക്കെയാണ് നോക്കാം. റോഷിപാലൻ, ആമിന. സുജയ പാർവതി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ തവണ മിമിക്രി പതിവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ചില പ്രമേയങ്ങൾ ഉൾപ്പെടെ മിമിക്രിയിൽ വിഷയമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആ ഉരുൾപൊട്ടൽ ദുരന്തവും അതിന്റെ അതിജീവനം ഉൾപ്പെടെ ശബ്ദ അനുകരിച്ചുകൊണ്ട് വേദിയിലെത്തിക്കാൻ ചില കുട്ടികൾ ശ്രമിച്ചു. എന്റെ റൂൾസ് എന്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഈ 4 ദിവസത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആദ്യം തലവെച്ച് കൊടുത്തത് ചാക്യാർകൂത്ത് കാണാനായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പിടികിട്ടിയിട്ടില്ല. ചാക്യാർ നന്നായിട്ട് അവതരിപ്പിച്ചു, ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു എല്ലാ മത്സരങ്ങളും ഉണ്ടായതാണ് എന്റെ അഭിപ്രായം. ധാരായിരിക്കണത് മഗധ രാജാവ് ജരാസന്ധൻ പാഞ്ചാലിന്ന് മോഹിച്ച് ചാടി പുറപ്പെട്ടതാലേ ഈ വയസ്സുകാലത്ത് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിരിക്കണു. നലിക്കഞ്ഞൊക്കെയുള്ള മോഹം കൊണ്ട് ചാടി പുറപ്പെട്ടതാ. എന്നിട്ടോ വില്ലെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല വായിലെ പല്ലൊക്കെ പോവുകയും ചെയ്തു. അബദ്ധമായിട്ടിരിക്കണത് കണ്ടില്ലേ? അതാണ് ആമിനയും റോഷിപാലും പറഞ്ഞത്. നമ്മുടെ അഷിൻ ഡിയാഗോയ്ക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെട്ട ഇനം, അതറിയാൻ എനിക്കും കൗതുകമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇടവേളയുടെ സമയം. തൃശ്ശൂർ അങ്ങനെ കപ്പടിച്ചിരിക്കുന്നു. കമന്റ് ബോക്സ് മുഴുവൻ തൃശ്ശൂരിനുള്ള പ്രശംസയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പ്രശംസിക്കുന്നു. തൃശ്ശൂർ സൂപ്പറാണ്.